Namaste, welcome to my classroom, Design of Concrete Structures 2, CE 304. For semester 6, Civil Engineering students, KTU. Hi, this is Lakshmi, Assistant Professor, Department of Civil Engineering, SNIT, Adur. Design of Concrete Structures 2, Module 6. Today's topic: losses of pre-stress problems. Module 6, Pre-stressed concrete. Losses of pre-stress problems. Question number 1. A pre-stressed concrete beam 200 mm wide and 300 mm deep is pre-stressed with high tension wires of area 320 mm square located at a constant eccentricity of 50 mm. Initial stress of 1000 Newton per mm square. The span of the beam is 10 meter. Calculate the percentage loss of pre-stress if first case pre-tensioned, second post-tensioned beam. കുറേ ഡേറ്റ തന്നിട്ടുണ്ട്. ES, modulus of elasticity of steel, 210 kilo Newton per mm square. Capital EC, modulus of elasticity in concrete, 35 kilo Newton per mm square. Relaxation loss 5%. Shrinkage strain 3 into 10 raised to minus 4 for pre-tensioning and shrinkage strain 2 into 10 raised to minus 4 for post-tensioning. Creep coefficient phi 1.6 and anchorage slip 1 mm and K, coefficient of wave effect 0.0015 per meter. Question ഇതാണ്. Pre-stressed concrete beam rectangular ആണ്, 200 mm wide by 300 mm deep ആണ് pre-stressed concrete beam. ടെൻഡൻ വയറിന്റെ ഏരിയ 320 mm സ്ക്വയർ പറഞ്ഞിട്ടുണ്ട്. കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് പെർസെൻറ്റേജ് ഓഫ് ലോസ് ഓഫ് പ്രീ സ്ട്രെസ് ആണ്. അതായത് പ്രീ ടെൻഷന്റെയും പോസ്റ്റ് ടെൻഷന്റെയും ഫൈൻഡ് ഔട്ട് ചെയ്യണം. നമുക്ക് സൊല്യൂഷനിലേക്ക് പോവാം. സൊല്യൂഷൻ ഗിവൻ ഡേറ്റ നോക്കാം. ഏരിയ അതായത് 200 ബീമിന്റെ ആണ്, 200 mm by 300 mm, that is 6 into 10 raised to 4 mm square. Figure 200 mm by 300 mm. Okay. Eccentricity E. Eccentricity E 50 mm. Then area of wires 320 mm square. Then initial stress 1000 Newton per mm square. Span 10 meter. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. കോൺക്രീറ്റ് 200 mm വൈഡ് ബൈ 300 mm ഡീപ്പാണ്. എക്സെൻട്രിസിറ്റി 50. ടെൻഡന്റെ ഏരിയ 320 mm സ്ക്വയർ. ഇനീഷ്യൽ പ്രീസ്ട്രെസിംഗ് ഫോഴ്സ് 1000 Newton per mm സ്ക്വയർ. സ്പാൻ ഓഫ് ദ ബീം 10 മീറ്റർ. അങ്ങനെയാണെങ്കിൽ പെർസെൻറ്റേജ് ലോസ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. പ്രീ ടെൻഷന്റെയും പോസ്റ്റ് ടെൻഷന്റെയും കാണാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കുറെ
കോൺസ്റ്റന്റ് വാല്യൂസ് തന്നിട്ടും ഉണ്ട്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് പ്രീ ടെൻഷൻഡ് മെമ്പർ. ഓക്കെ, ഫസ്റ്റ് നമുക്ക് പ്രീ ടെൻഷൻഡ് കേസ് നോക്കാം. പ്രീ ടെൻഷൻഡ് കേസിൽ നമുക്ക് ലോസസ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഫസ്റ്റ്, ലോസസ് ഡ്യൂ ടു ഇലാസ്റ്റിക് ഷോർട്ടനിങ്. ഓക്കെ, ലോസസ് ഡ്യൂ ടു ഇലാസ്റ്റിക് ഷോർട്ടനിങ്. ഓക്കെ, പ്രീ ടെൻഷൻഡ് ആണ്. ഇക്വേഷൻ വിനോദ ഇക്വേഷൻ എന്തായിരുന്നു? ഇക്വേഷൻ എന്തായിരുന്നു? എം ഇൻറ്റു എഫ് സി. എം എന്തായിരുന്നു? മോഡുലാർ റേഷ്യോ. ഇക്വേഷൻ എന്തായിരുന്നു? മോഡുലാർ റേഷ്യോ. എം ഈക്വൽ ടു ഇ എസ് ബൈ ഇ സി. ഓക്കെ, ഇ എസ് എന്താ? ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. 210 കിലോ ന്യൂട്ടൺ പെർ mm സ്ക്വയർ ആയിരുന്നു. ഡിവൈഡഡ് ബൈ ഇ സി 35. ഓക്കെ, 6. എം നമുക്ക് കിട്ടി 6. ഓക്കെ, ഇനി നമുക്ക് എഫ് സി വാല്യൂ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. എം 6. ഓക്കെ, എഫ് സി വാല്യൂ നമുക്ക് ഇക്വേഷൻ എന്താ? പി ബൈ എ പ്ലസ് പി ഇ സ്ക്വയർ ബൈ ഐ. ഓക്കെ, പി നമുക്ക് എന്താ? പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ്. പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് ഈക്വൽ ടു, പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് പി നമ്മൾ എടുത്തിരിക്കുന്നത് സ്ട്രെസ് ഇൻറ്റു ഏരിയ. സ്ട്രെസ് എന്താ? സ്ട്രെസ് ഇൻ സ്റ്റീൽ. ഇനീഷ്യൽ സ്ട്രെസ് ഇൻ സ്റ്റീൽ 1000 നമുക്ക് ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. ഇൻറ്റു ഏരിയ ഓഫ് സ്റ്റീൽ 320, അതും ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. സോ 32000 ന്യൂട്ടൺ. പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് പി നമുക്ക് കിട്ടി 32000 ന്യൂട്ടൺ. ഓക്കെ, നമുക്കിനി വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇ ഉണ്ട്, പി ഉണ്ട്, എ ഉണ്ട്, ഐ നമുക്കില്ല. ഓക്കെ, ഐ ഫൈൻഡ് ഔട്ട് ചെയ്യാം. റെക്ടാംഗുലർ ആണ്. ബി ഡി ക്യൂബ് ബൈ 12. ബി എന്താ? 200. ഡി എന്താ? 300 ക്യൂബ് ഡിവൈഡഡ് ബൈ 12. എത്ര കിട്ടി? യെസ്, 45 ഇൻറ്റു 10⁻⁷ mm raised to 4. സോ നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എഫ് സി ഈക്വൽ ടു 320 ഇൻറ്റു 10⁻³ ദിസ് വാല്യൂ ഡിവൈഡഡ് ബൈ ഏരിയ. ഏരിയ എത്രയായിരുന്നു? 6 ഇൻറ്റു 10⁻⁴ പ്ലസ് പി 320 ഇൻറ്റു 10⁻³ ഇൻറ്റു ഇ. എക്സെൻട്രിസിറ്റി എത്രയായിരുന്നു? 50 സ്ക്വയർ ഡിവൈഡഡ് ബൈ ഐ 45 ഇൻറ്റു 10⁻⁷. Then FC equal to 7.11 Newton per mm square. So loss due to elastic shortening എന്തായിരുന്നു? M എത്രയാണ്? 6 into FC 7.11 42.65 Newton per mm square. Okay, loss. ഇനി നമുക്ക് എന്താ? സെക്കൻഡ് കേസ്. സെക്കൻഡ് ലോസ് പ്രീ ടെൻഷന്റെ ആണ്. ലോസ് ഡ്യൂ ടു ക്രീപ്പ് ഓഫ് കോൺക്രീറ്റ്. ഇക്വേഷൻ എന്തായിരുന്നു? ക്രീപ്പ് കോഎഫിഷ്യന്റ് ഇൻറ്റു എം ഇൻറ്റു എഫ് സി. ക്രീപ്പ് കോഎഫിഷ്യന്റ് എന്താ? 5 m ഇൻറ്റു എഫ് സി. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. കാരണം 5 നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഫൈൻഡ് വാല്യൂ. ക്രീപ്പ് കോഎഫിഷ്യന്റ് 5 ഈക്വൽ ടു 1.6 ഇൻറ്റു എം ഇപ്പോൾ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു 6. എഫ് സി ഇപ്പോൾ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു 7.11. സോ ആൻസർ യെസ് 68.24 Newton per mm square. നമുക്കിനി തേർഡ് ലോസ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ലോസ് ഡ്യൂ ടു ഷ്രിങ്കേജ് ഓഫ് കോൺക്രീറ്റ്.
shrinkage of concrete എന്തായിരുന്നു പറഞ്ഞത്? Product of modulus of elasticity of steel into shrinkage strain. That is ES into shrinkage strain. Epsilon S. അതാണ് ES. അതായത് ES into epsilon SH. Okay? Shrinkage strain. Shrinkage strain for pre-tensioning നമുക്ക് ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ്. Shrinkage strain 3 into 10 raised to minus 4 for pre-tensioning. അതും ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ്. നമുക്ക് ES നമുക്ക് ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ് 210 കിലോ ന്യൂട്ടൺ പെർ mm². 210 ES നമുക്ക് ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ് 210 കിലോ ന്യൂട്ടൺ പെർ mm² ആണ്. So 2.1 into 10 raised to 5 Newton per mm². 2.1 into 10 raised to 5 into shrinkage strain for pre-tensioning 3 into 10 raised to minus 4. അതും given data ആണ് 63 Newton per mm². ഇനി നമുക്ക് fourth loss due to relaxation of steel. ഇക്വേഷൻ നമുക്ക് റിലാക്സേഷൻ ഓഫ് സ്റ്റീൽ നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 5% ആണെന്ന്. സോ 5% ഓഫ് ഇനീഷ്യൽ സ്ട്രെസ്, ദാറ്റ് ഈസ് 5%. ദാറ്റ് മീൻസ് 5 divided by 100 into ഇനീഷ്യൽ സ്ട്രെസ്. ഇനീഷ്യൽ സ്ട്രെസ് നമുക്ക് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ ആണ് 1000. Okay, that is 50 Newton per mm². 50 കാണുന്നില്ല, 50 Newton per mm². സോ നമ്മള് 4 ലോസസ് ആണ് പ്രീടെൻഷൻ്റെ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഇലാസ്റ്റിക് ഷോർട്ടനിങ്, ലോസസ് ഡ്യൂ ടു ഇലാസ്റ്റിക് ഷോർട്ടനിങ്, ആങ്കറേജ് സ്ലിപ്പ് ഇല്ല, ഫ്രിക്ഷൻ ലോസ് ഇല്ല. പിന്നെ ക്രീപ്പ്, ലോസസ് ഡ്യൂ ടു ക്രീപ്പ്, ലോസസ് ഡ്യൂ ടു ഷ്രിങ്കേജ്, ലോസസ് ഡ്യൂ ടു റിലാക്സേഷൻ. 4 എണ്ണം വരുന്നുണ്ട്. സോ നമുക്ക് ടോട്ടൽ ലോസ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ടോട്ടൽ ലോസ് ഈക്വൽ ടു ഷ്രിങ്കേജ് 42.65, total loss equal to shrinkage 42.65 plus 68.24 creep loss plus 63 shrinkage loss plus 50 relaxation loss. So നമുക്ക് കിട്ടുന്നത് 223.89 ന്യൂട്ടൺ പെർ mm². 223.89 ന്യൂട്ടൺ പെർ 0.89 ന്യൂട്ടൺ പെർ mm². നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് പെർസെന്റേജ് ലോസ് ഓഫ് പ്രീ സ്ട്രെസ് ആണ്. ഫൈനലി പെർസെന്റേജ് ലോസ് ഓഫ് പ്രീ സ്ട്രെസ് ഈക്വൽ ടു 223.89 ടോട്ടൽ ലോസ് divided by initial stress 1000 into percentage ആണ് into 100. This is initial stress into 100. നമുക്ക് കിട്ടുന്നത് 22.39%. 22.39%. Total loss equal to 22.39%. ഓക്കെ, ഇത് പ്രീ ടെൻഷന്റെ കേസ് ആണ്. 4 ലോസസ് ആണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത്. ഇലാസ്റ്റിക് ഷോർട്ടനിങ്, ക്രീപ്പ്, ഷ്രിങ്കേജ്, റിലാക്സേഷൻ. പ്രീ ടെൻഷന്റെ 4 എണ്ണമേ ഉള്ളൂ. ഇനി നമുക്ക് പോസ്റ്റ് ടെൻഷൻ്റെത് നോക്കാം. നെക്സ്റ്റ് പോസ്റ്റ് ടെൻഷൻ്റെ ഫസ്റ്റ് ലോസ് ഡ്യൂ ടു റിലാക്സേഷൻ ഓഫ് സ്റ്റീൽ. എത്രയായിരുന്നു നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്ന 5% ആണ്. സോ 5% ഓഫ് ഇനീഷ്യൽ സ്ട്രെസ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതാണ്. 5 divided by 100 into 5%. 5 divided by 100 into 1000. സോ നമുക്ക് 50 ന്യൂട്ടൺ പെർ mm². ഓക്കെ, സെക്കൻഡ് ലോസ് due to shrinkage. Elastic modulus of steel into shrinkage strain.
പോസ്റ്റ് ടെൻഷന്റെ shrinkage strain നമുക്ക് ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. That is elastic modulus 2.1 into 10 raised to 5 into shrinkage strain for post tensioning. അത് given in the question 2 into 10 raised to minus 4. So the answer 42 Newton per mm square. നമുക്ക് എല്ലാം ക്വസ്റ്റിനിൽ വാല്യൂ തന്നിട്ടുണ്ട്. ഞാൻ അപ്ലൈ ചെയ്തിട്ടേ ഉള്ളൂ. Third loss due to creep of concrete. We know the equation creep coefficient 5 into m into fc. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച വാല്യൂ തന്നെയാണ്. എത്രയായിരുന്നു? 68.2. 1.6 into m, 6 into fc, 7.11. So the answer is 68.24 Newton per mm square. ഇനി fourth, loss due to slip. നമുക്ക് സ്ലിപ്പ് വരുന്നുണ്ട്, ആങ്കറേജ് സ്ലിപ്പ് വരുന്നുണ്ട്, സ്ലിപ്പ് ഇൻ ആങ്കറേജ്. പ്രീ ടെൻഷന്റെ സ്ലിപ്പ് ഇൻ ആങ്കറേജ് ഇല്ലായിരുന്നു. ഇക്വേഷൻ എന്തായിരുന്നു? ഡെൽറ്റ ഇൻറ്റു ഇഎസ് ബൈ എൽ. ഓക്കെ, ഡെൽറ്റ സ്ലിപ്പ് ഇൻ ആങ്കറേജ് സ്ലിപ്പ് ക്വസ്റ്റിന് തന്നിട്ടുണ്ട് 1 mm ഇൻറ്റു ഇഎസ് എത്രയായിരുന്നു? 2.1 into 10 raised to 5. അതും ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്. എൽ നമ്മുടെ സ്പാൻ ആണ്, അതും ഗിവൺ ഡേറ്റ ആണ്. 10 മീറ്റർ ആണ്. സോ 10 into 10 raised to 3 mm കൺവേർട്ട് ചെയ്തു. സോ 21 Newton per mm square. ഇനി നമുക്ക് ഒരു ലോസും കൂടി ഉണ്ട്. ഏതാ? ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ. നമ്മൾ കണ്ടുപിടിക്കാൻ ഏതാ? ഇലാസ്റ്റിക് ഷോർട്ടനിങ് മാത്രമാണ്. പോസ്റ്റ് ടെൻഷന് ഇലാസ്റ്റിക് ഷോർട്ടനിങ് ഇല്ല. സോ ഫ്രിക്ഷൻ്റെത് പി ഇൻറ്റു mu alpha plus kx. P into mu alpha plus kx. Okay. In this case, നമുക്ക് P value ഇനീഷ്യൽ സ്ട്രെസ് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ 1000. mu into alpha. ആൽഫ നമ്മുടെ സ്ട്രെയിറ്റ് ആൽഫ ഇവിടെ എഴുതാമേ. ആൽഫ ഈക്വൽ ടു 0 ആണ്. ബിക്കോസ് സ്ട്രെയിറ്റ് ടെൻഡൻ ആണ്, കേർവ്ഡ് ഒന്നും അല്ല, സ്ട്രെയിറ്റ് ആണ്. കേർവ്ഡ് ആണെങ്കിൽ ആൽഫ 1 end ആണ് ടെൻഷൻ ചെയ്യുന്നതെങ്കിൽ 2 ആൽഫ ആയിരിക്കും. ബോത്ത് എൻഡ്സ് ആണെങ്കിൽ ആൽഫ ഡാഷ് ആയിരിക്കും. സോ ഇവിടെ 0 ആണ്. സോ ഈ ടൈം നമുക്ക് പോയി. 0 പ്ലസ് കെ നമുക്ക് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ ആണ്. കെ വാല്യൂ 0. അതായത് കോഎഫിഷ്യന്റ് ഓഫ് വേവ് എഫക്ട് 0.0015 പെർ മീറ്റർ ആണ് പറഞ്ഞേക്കുന്നത്. ഇൻറ്റു എക്സ്, ദാറ്റ് ഈസ് സ്പാൻ 10. ഓക്കെ, പെർ മീറ്റർ ആണ്. ക്ലിയർ? അപ്പൊ നമുക്ക് കിട്ടുന്ന വാല്യൂ 15 Newton per mm square. കെ ഇൻറ്റു എക്സ്. ഇത് നമുക്ക് മ്യൂ ഇൻറ്റു ആൽഫ 0 ആണ്. സോ ഈ ടൈം പോയി നമുക്ക്. സോ 15 Newton per mm square ആണ്. അപ്പൊ നമുക്ക് 5 ലോസസ് ഫൈൻഡ് ഔട്ട് ചെയ്തു. ദെൻ ടോട്ടൽ ലോസ് എന്താ? ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ മതി. 50 പ്ലസ്, അതായത് റിലാക്സേഷൻ ഓഫ് സ്റ്റീൽ പ്ലസ് ഷ്രിങ്കേജ് 42 പ്ലസ് ക്രീപ്പ് 68.24 പ്ലസ് സ്ലിപ്പ് ആങ്കറേജ് സ്ലിപ്പ് 21 പ്ലസ് ഫ്രിക്ഷൻ 15. നമുക്ക് ടോട്ടൽ 196.24 Newton per mm square. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് പെർസെൻറ്റേജ് ലോസ് ആണ്. പെർസെൻറ്റേജ് ലോസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ലോസ് ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ സ്ട്രെസ് 1000. പെർസെൻറ്റേജ് ആണ് ഇൻറ്റു 100. സോ 19.62%. ഫോർ പോസ്റ്റ് ടെൻഷൻ്റെ 19.62 ആണ്. പ്രീ ടെൻഷൻ്റെ നമുക്ക് വന്നത് 22.39% ആണ്. ഈ ഒരു കേസിൽ നമ്മൾ പ്രീ ടെൻഷന്റെ ബീമും പോസ്റ്റ് ടെൻഷന്റെ ബീമിന്റെയും ഫുൾ ലോസസ് ഫൈൻഡ് ഔട്ട് ചെയ്ത് ടോട്ടൽ ലോസ് കണ്ടു. ടോട്ടൽ ലോസ് ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ സ്ട്രെസ് ഇൻറ്റു 100 ആണ് നമുക്ക് പെർസെൻറ്റേജ് ലോസ്. സോ കാൽക്കുലേഷൻ മാത്രമേ ഉള്ളൂ. എല്ലാ വാല്യൂസും നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത് മാത്രമേ ഉള്ളൂ. ഓരോ ലോസിന്റെയും ഇക്വേഷൻസ് നോട്ട് ചെയ്യുക, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ക്ലിയർ? ഓക്കെ, ഹാവ് എ നൈസ് ഡേ.